നമ്മളെക്കുറിച്ച് നന്മകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് തിരുത്തുകയോ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു തരികയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. ഇത് തന്നെയാണ് സുവിശേഷത്തിലും കണ്ടുവരിക. യേശുവിനെ കുറിച്ച് അവർ നല്ലതൊക്കെ പറഞ്ഞു. ഇവൻ ജോസഫിന്റെ മകനല്ലേ, ഇവന്റെ നാവിൽ നിന്ന് വരുന്ന കൃപാവചസ്സുകൾ എന്ത് ഭംഗിയ അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ യേശു അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു യഹൂദരൊക്കെ ഇവനെ നശിപ്പിക്കാൻ, ഇവനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും തിന്മ കണ്ടു കഴിയുമ്പോൾ അത് ഉറക്കെ പറയാനല്ല, അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ അത് ചെയ്തത്, പറഞ്ഞ വ്യക്തി എന്നോട് തിരുത്താൻ വേണ്ടി പറഞ്ഞത് കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് മാറ്റാൻ എനിക്ക് മനസ്സുണ്ടോ? നമ്മൾ ചെയ്യുക അതിനെ റിബല്ലാവുകയാണ്. അവനെങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ്. യഹൂദരും അത് തന്നെയാണ് ചെയ്തത്. അവനെങ്ങനെ നശിപ്പിക്കാം? പിന്നെ മുതല് അവന്റെ വീഴ്ചയെ നമ്മൾ കാത്തിരിക്കും. ഇങ്ങനെ അവനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അവനില്ലാത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. ആരെങ്കിലും നമ്മളെ തിരുത്തി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അവനെ നശിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തടഞ്ഞു വെക്കുക എന്നുള്ളതല്ല. നമ്മളെല്ലാവരും പൂർണ്ണരാണ് എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമുക്കും കുറവുകളുണ്ട്. ആ കുറവുകൾ കേൾക്കുമ്പോൾ തിരുത്താനുള്ള മനസ്സുണ്ടോ ആത്മശോധന ചെയ്യാൻ.